1 പത്രോസ് 5:6 പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഏത് മേഖലകളിലും നിനക്ക് ഉയർച്ച ഉണ്ടാകണമോ ആ ഉയർത്തുന്നത് യേശുവാണ്. വേറെ ഒരു സംഘടനകൾക്കും ഒരു വ്യക്തികൾക്കും നിന്നെ ഉയർത്താൻ കഴിയത്തില്ല. ഏത് വ്യക്തി ഉയർത്തിയാലും അതിന് ലിമിറ്റുണ്ട്. എന്നാൽ യേശു ഉയർത്തിയാൽ അത് അൺലിമിറ്റഡ് ആണ്. എത്രമാത്രം ഒരു മനുഷ്യനെ ഉയർത്താൻ പറ്റുമോ അത്രമാത്രം ഉയർത്തുന്ന ഒരു നല്ല തമ്പുരാൻ ഉണ്ടെന്നാണ് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്. എന്നോട് സ്വർഗം പറയുന്നു, ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും നീ തകർന്നു കിടക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം ദൂത് പറയുന്നു, നിന്നെ ഉയർത്തുവാൻ ഒരുവനുണ്ട്. അവന്റെ പേര് യേശുവെന്നാണ്. അവനല്ലാതെ ഉയർത്തുന്ന മറ്റൊരു വ്യക്തി ഈ ഉലകത്തിലില്ല. അവന്റെ പേര് ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയാ, നസ്രയത്തുകാരനായ യേശു മാത്രം. നീ ഉയരുവാൻ മനസ്സ് കാണിച്ചാൽ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. നിന്റെ തലമുറയെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ജീവിത പങ്കാളിയെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ബിസിനസിനെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിനക്കൊരു അടുത്ത പൊസിഷൻ തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സകല മേഖലകളിലോ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, അവന്റെ മുൻപിൽ താണിരിക്കുക. എവിടെയൊക്കെ നീ തകർന്നു പോയോ, ഏതൊക്കെ മേഖലകളിൽ ശത്രു നിന്നെ തകർത്തു കളഞ്ഞോ, അതിന്റെ അകത്തിട്ട് നിന്നെ അവൻ പണിതുയർത്തും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഉയരുവാൻ മനസ്സുള്ളവർ മാത്രമേ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാവൂ. ഇന്ന് മനുഷ്യൻ ഉയർന്നു പോകുവാൻ അവൻ പല പണികളും ചെയ്യും, പല നേർച്ചകാഴ്ചകൾ ചെയ്യും. അവിടെ ചെന്ന് പ്രാർത്ഥിക്കും, ചില കെട്ടുകൾ കെട്ടിക്കും, ആഭിചാരകന്മാരുടെ മുമ്പിൽ ചെന്നിരിക്കും, കൈനോട്ടക്കാരുടെ മുമ്പിൽ ചെന്നിരിക്കും. സ്തോത്രം. രക്ഷപ്പെടുവാൻ. എന്നാൽ ഇന്ന് പാൽക്കാലം ഞാനൊരു സത്യം പറയാം, നിന്നെ രക്ഷപ്പെടുത്തുവാൻ കർത്താവിനല്ലാതെ ഒരാഭിചാരകനെ കൊണ്ടും കഴിയില്ല. എടാ, ആരൊക്കെ നിന്നെ ഉയർത്തിയാലും അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇന്ന് അൺലിമിറ്റഡ് ഹെൽപ്പ് ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ, ഒറ്റ ദൈവമേ ഉള്ളൂ. അത് ഞാൻ വിശ്വസിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ.